നാരായണായ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കാറുണ്ട്, മന്ത്രങ്ങൾ ജപിക്കാറുണ്ട്, നാമങ്ങൾ ജപിക്കാറുണ്ട്. നമ്മുടെ ഉള്ളിലുള്ള ദുഃഖങ്ങളും സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ നമ്മൾ ഭഗവാനോട് പറയാറുണ്ട്. ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് പലപ്പോഴും പലർക്കും കോട്ടുവ അനുഭവപ്പെടാറുണ്ട്, അല്ലെങ്കിൽ മന്ത്രങ്ങൾ ജപിക്കുന്ന സമയത്ത് കോട്ടുവ വരാറുണ്ട്. അതോടൊപ്പം തന്നെ കണ്ണിൽ നിന്നും കണ്ണുനീര് വരാറുണ്ട്. പലപ്പോഴും നമ്മൾ പോലും അറിയാതെ ആയിരിക്കും ഇത് സംഭവിക്കുന്നത്. അതായത് നമ്മൾ ആത്മാർത്ഥമായിട്ട് മനസ്സിൽ തട്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് നമ്മൾ പോലും അറിയാതെ നമ്മുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുകയാണ്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? ഇത് നിങ്ങൾക്കും അനുഭവപ്പെട്ടിട്ടുണ്ടോ? ഇങ്ങനെ വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് കോട്ടുവ വരുന്നത്? ഏതെങ്കിലും തരത്തിലുള്ള ദോഷങ്ങൾ ഉള്ളത് കൊണ്ടാണോ? അല്ലെങ്കിൽ ഭഗവാൻ എന്തെങ്കിലും നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഈ കാര്യങ്ങളൊക്കെയും നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. അപ്പോൾ എന്തുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതുപോലെ വരാറുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്, എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ശരീരം എന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ്. പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? വായു, ജലം, ഭൂമി, അഗ്നി, ആകാശം എന്നിവ കൊണ്ടുള്ളതാണ് പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായിട്ടുള്ള നമ്മുടെ ശരീരം എന്ന് പറയുന്നത്. ഈ ശരീരത്തിനുള്ളിലെ ആത്മാവ് വളരെ ദിവ്യത്വമുള്ളതാണ്. അതായത് നമ്മുടെ ശരീരത്തിൽ ഒരു ആത്മാവ് കുടികൊള്ളുന്നുണ്ട്. ആ ആത്മാവ് വളരെ ദിവ്യശക്തിയുള്ള ഒരു ആത്മാവാണ്, അല്ലെങ്കിൽ വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒന്നാണ്. ഭൂമി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗന്ധം എന്നാണ്. അതുപോലെ തന്നെ ജലം എന്ന് പറഞ്ഞാൽ ശീതസ്പർശമാണ്. വായു എന്നത് രൂപരഹിതവും സ്പർശനവുമായിട്ടാണ് ബന്ധപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ആകാശം എന്ന് പറയുന്നത് ഏകവും നിത്യവുമാണ്. ആകാശം ശബ്ദങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ അഗ്നി നമുക്കറിയാം ചൂടാണ്. അപ്പോൾ ഈ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായിട്ടുള്ള നമ്മുടെ ശരീരം കൊണ്ട് നമ്മൾ ഇഷ്ടദേവതകളെ പ്രാർത്ഥിക്കും. ചിലര് വളരെ ദീർഘനേരം ഇരുന്ന് പ്രാർത്ഥിക്കും, ചിലര് മൗനമായിട്ടായിരിക്കും പ്രാർത്ഥിക്കുന്നത്, ചിലര് വളരെ കുറഞ്ഞ നേരം മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ, അല്ലെങ്കിൽ നാമജപങ്ങളായാലും മന്ത്രജപങ്ങളായാലും ഒക്കെ നടത്തുകയുള്ളൂ. അപ്പോൾ ഓരോരുത്തരും ഓരോ രീതിയിലാണ് പ്രാർത്ഥിക്കുന്നത്. ഓരോ രീതിയിലാണ് അവരുടെ ദുഃഖങ്ങളായാലും സങ്കടങ്ങളായാലും സന്തോഷങ്ങളായാലും ഭഗവാനെ അറിയിക്കുന്നത്. ചിലര് വിളക്ക് കൊളുത്തിയതിനു ശേഷം ഭക്തി ഉള്ളിൽ കൊണ്ടു നടക്കുന്നവരാണ്. അതായത് കൃഷ്ണ ഭഗവാനോടാണെങ്കിലും ശിവഭഗവാനോടാണെങ്കിലും അവരവരുടെ ഇഷ്ടദൈവങ്ങളെ ചിലപ്പോൾ പ്രാർത്ഥിക്കാൻ മെനക്കെടാറില്ല. അവർ ഇഷ്ടദൈവങ്ങളോടുള്ള ആ ഒരു ഇഷ്ടം മനസ്സിലൊരു ഭക്തിയായിട്ട് ഉള്ളിൽ കൊണ്ടു നടക്കും. എന്നാൽ നിത്യവും 2 നേരം നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നവരുമുണ്ട്, മന്ത്രങ്ങൾ ഉച്ചരിക്കുന്നവരുമുണ്ട്. അപ്പോൾ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ അനങ്ങാതെ ഇരിക്കുകയാണ് ചെയ്യുന്നത്, അല്ലെ? അതായത് നമ്മൾ ഒരു 10 മിനിറ്റോ 20 മിനിറ്റോ അരമണിക്കൂറോ നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ശരീരത്തെ നമ്മൾ അനങ്ങാതെ ഇരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ, അല്ലാതെ അനങ്ങാതെ ഇരുന്നു കൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ആ ഒരു അവസ്ഥയിൽ നമ്മൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ക്ഷീണം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം നമ്മൾ കൈകാലുകൾ അനക്കില്ല, ഒരേ അവസ്ഥയിലാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ആ സമയത്ത് നമുക്ക് ചിലപ്പോൾ കോട്ടുവ വരാറുണ്ട്. അപ്പൊ ദൈവത്തോട് കൂടുതൽ അടുക്കുകയും ദൈവത്തോട് കൂടുതൽ അടുക്കുന്നവർക്ക് ഇനി ചിലർക്ക് സംശയമുണ്ടാകും. ഒരു ക്രിയ പറയുന്നു, അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന പറയുന്നു, അല്ലെങ്കിൽ ഒരു മന്ത്രം ജപിക്കുന്നു, ഇത്ര പ്രാവശ്യം ജപിക്കൂ, നിങ്ങൾക്ക് ഇതിന്റെ ഫലം ലഭിക്കാതിരിക്കില്ല. അപ്പൊ നമ്മൾ പറയുന്നത് ആ സമയത്ത് ഒരു 100 1001 ഈ മന്ത്രങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഒരു ക്രിയ നമ്മൾ ചെയ്യുന്ന സമയത്ത് അതിൽ 10 പേർക്കാണ് അത് സാധ്യമാകുന്നത്. മറ്റുള്ളവർക്ക് അത് കുറച്ചുകൂടി ചെയ്യുമ്പോഴാണ് സാധ്യമാകുന്നത്. അപ്പോൾ ഓരോരുത്തർക്ക് സാധ്യമാകുന്നത് എന്താണ് നമ്മൾ ആദ്യം തന്നെ ചിന്തിക്കണം. അത് ചിലർക്ക് പെട്ടെന്ന് തന്നെ കാര്യം സാധിക്കും,
അത് അവരുടെ കർമ്മഫലം കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അവരുടെ കർമ്മഫലം കുറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ കുറഞ്ഞു വരുന്നത്? അവരുടെ കർമ്മഫലം കുറയ്ക്കാൻ നമുക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. നമുക്ക് ഇന്ന് വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കണം, എന്നാൽ ചിന്തിക്കുമ്പോൾ നമുക്ക് മടി വരുന്നു, അല്ലെങ്കിൽ നമ്മൾ അതിൽ നിന്ന് ആരോ പിന്തിരിപ്പിക്കുന്നു, നമുക്ക് അത് ചെയ്യാനായിട്ട് സാധിക്കാതെ പോകുന്നു, നമ്മൾ അതിൽ അലക്ഷ്യമായിട്ടിരിക്കുന്നു. നമുക്ക് വിളക്ക് കൊളുത്തുന്ന സമയം നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുന്നു, പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയുന്നില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ചില ഘട്ടങ്ങളിൽ വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ പോലും നമുക്ക് ചെയ്യാൻ സാധിക്കാതെ വരും. നമ്മുടെ വീടിന് തൊട്ടടുത്തുള്ള ക്ഷേത്രങ്ങളിൽ പോലും നമ്മൾ പോകണം എന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ദിവസങ്ങൾ അതിനായിട്ട് കാത്തിരിക്കേണ്ട സാഹചര്യങ്ങൾ വരാറുണ്ട്. അല്ലെങ്കിൽ പോകാൻ ഇറങ്ങുന്ന സമയത്ത് ചെറിയ ചെറിയ തടസ്സങ്ങൾ വന്നുകൊണ്ടേയിരിക്കുക. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഭഗവാനിലേക്ക് നമ്മൾ കൂടുതൽ അടുത്ത് കഴിയുമ്പോൾ, ഭഗവാന്റെ അടുത്ത് നമ്മൾ കൂടുതൽ അടുക്കാൻ ചെല്ലുമ്പോൾ നമ്മുടെ കർമ്മഫലം കുറഞ്ഞു വരും എന്നുള്ളതാണ്. നിരന്തരം ഭഗവാനെ വിളിക്കുന്നവർക്ക് പരീക്ഷണങ്ങൾ ജീവിതത്തിൽ കൂടുതലായിട്ട് നേരിടേണ്ടി വരാറുണ്ട്. ഞാൻ കൂടുതൽ പരീക്ഷണത്തിന് വിധേയനാകുന്നു എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. അതെന്തുകൊണ്ടാണ്? നമ്മൾ എത്രയോ ദൈവത്തിനെ വിളിക്കുന്നു. ഞാൻ ഇങ്ങനെയൊക്കെ ദൈവത്തിനെ വിളിച്ചിട്ടും എനിക്ക് ഒരു മാറ്റവുമില്ല, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നില്ല, പരീക്ഷണങ്ങൾക്ക് യാതൊരു കുറവുമില്ലല്ലോ. എന്തുകൊണ്ടാണ് നമ്മുടെ പരീക്ഷണങ്ങൾ പെട്ടെന്ന് തീർക്കപ്പെടുന്നത്? നമ്മളിങ്ങനെ ദൈവത്തിനോട് കൂടുതൽ അടുക്കും തോറും നമ്മുടെ പരീക്ഷണങ്ങൾക്ക് ഇളവ് സംഭവിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും പരീക്ഷണങ്ങൾ കൂടുമ്പോഴാണ് ആളുകൾ ചിന്തിക്കുക, എന്താണ്, എനിക്ക് ഒരുപാട് പരീക്ഷണങ്ങളുണ്ട്, ഞാൻ എന്തിനാണ് ഇങ്ങനെ ഭഗവാനെ വിളിക്കുന്നത്, അതുകൊണ്ട് എന്താണ് പ്രയോജനം, എനിക്ക് എന്നിട്ടും യാതൊരു പ്രയാസങ്ങളും തീരുന്നില്ലല്ലോ, അല്ലെങ്കിൽ എൻ്റെ കടങ്ങൾ തീരുന്നില്ലല്ലോ, എൻ്റെ ബുദ്ധിമുട്ടുകൾ തീരുന്നില്ലല്ലോ. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടായിരിക്കും നമ്മൾ അതവിടെ നിർത്തിവയ്ക്കുക, അല്ലെങ്കിൽ ഭഗവാനെ വിളിക്കുന്നത് നിർത്തിവയ്ക്കുക. ഭഗവാനെ വിളിച്ചിട്ടും യാതൊരു പ്രയോജനവുമില്ല എന്നുള്ള രീതിയിൽ വരെ നിങ്ങളെ ഭഗവാൻ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കാം എന്നാണ് പറയുന്നത്. ഇനി ഞാൻ പ്രാർത്ഥിക്കില്ല, അല്ലെങ്കിൽ ഇനി ഞാൻ ഭഗവാനെ വിളിക്കില്ല, എനിക്ക് വയ്യ, ഞാൻ എത്ര വിളിച്ചാലും ഇത് തന്നെയാണ് അവസ്ഥ, അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും ഭഗവാൻ എൻ്റെ വിളി കേൾക്കുന്നില്ല, അപ്പൊ പിന്നെ വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല, പിന്നെ ഞാൻ എന്തിനാണ് ഇങ്ങനെ മെനക്കെട്ട് ഭഗവാനെ വിളിക്കുന്നത്? ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകളും നമുക്കിടയിലുണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എപ്പോഴും ഭഗവാന് പ്രിയപ്പെട്ടവരെയാണ് പരീക്ഷിക്കുന്നത്. ആ പരീക്ഷണങ്ങൾക്കൊടുവിൽ നിങ്ങളുടെ ലക്ഷ്യത്തിൽ ഭഗവാൻ നിങ്ങളെ എത്തിക്കും. ആ ഒരു സമയത്ത് നിങ്ങൾക്കുണ്ടാകുന്ന ആ ഒരു സന്തോഷമായാലും, ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു സുഖവും അതുപോലെ തന്നെ വിജയവും ഒക്കെ ഈ പരീക്ഷണങ്ങൾക്കൊടുവിൽ നിങ്ങളുടെ കയ്യിൽ വന്നെത്തുമ്പോഴാണ് അതിൻ്റെ മഹത്വം, അല്ലെങ്കിൽ അതിൻ്റെ യഥാർത്ഥ ശക്തി നിങ്ങൾ മനസ്സിലാക്കുന്നത്. നമ്മൾ ഭഗവാനുള്ളിലേക്ക് കൂടുതലായിട്ട് അടുക്കും തോറും നമ്മുടെ കർമ്മഫലം കുറഞ്ഞു വരികയും, നമ്മുടെ കർമ്മഫലം കുറയുന്ന സമയത്ത് ഈ ഭൂമിയിൽ നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന സംഭവങ്ങൾ നമ്മുടെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ ആ കർമ്മഫലം കുറയാതിരിക്കാൻ വേണ്ടി ഒരുപാട് പരീക്ഷണങ്ങൾ നമുക്ക് തരും. നമ്മൾ ദൈവത്തെ വിളിക്കുമ്പോൾ ഭഗവാന് കണ്ണു തുറക്കാതിരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് കോട്ടുവ ഇതിൻ്റെ ഒരു ലക്ഷണമായിട്ട് നിങ്ങൾക്ക് കണക്കാക്കാവുന്നതാണ്. അതായത് നമ്മൾ കൂടുതൽ പരീക്ഷണത്തിന് വിധേയനാവുകയാണ്. കോട്ടുവ പ്രാർത്ഥിക്കുന്ന സമയത്ത് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി അനങ്ങിയിട്ട് ഒന്നുകൂടി ഉറക്കെ ഒന്ന് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ ഒന്നുകൂടി ഉറച്ചിരുന്നു കൊണ്ട് കൂടുതൽ നേരം, ഒരു 10 മിനിറ്റ് കൂടി അധികം പ്രാർത്ഥിക്കുവാൻ ശ്രദ്ധിക്കുക. കാരണം എന്താണ്? ഭഗവാനിലേക്ക് ഒന്നുകൂടി കൂടുതൽ അടുക്കുമ്പോൾ നമ്മുടെ ആ ഒരു പ്രശ്നങ്ങൾ ഇല്ലാതാകും, അല്ലെങ്കിൽ ഭഗവാൻ അതിനുള്ള വഴി നമുക്ക് കാട്ടിത്തരും എന്നുള്ളതാണ്. നമ്മൾ അത് വിട്ട് നമുക്കൊരു മുടക്കം തരുവാനുള്ള ഒരു സൂചനയാണത്. അതായത് നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ വരുന്നത് അതിലേക്കൊരു തടസ്സം പോലെ വരുന്നതാണ്. ആ തടസ്സത്തെ നമ്മൾ മറികടക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ടിനെ, ആ ഒരു പ്രശ്നത്തെ ഇല്ലായ്മ ചെയ്യാനായിട്ട് നമ്മൾ വീണ്ടും ഭഗവാനെ വിളിക്കുകയാണ് ചെയ്യേണ്ടത്. അതായത് നമ്മൾ കൂടുതൽ അടുക്കുമ്പോൾ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, പ്രാർത്ഥിക്കാൻ, വിളക്ക് കൊളുത്താനൊക്കെ നമുക്ക് സമയമുണ്ടാകുമ്പോൾ നമ്മൾ ആ സമയത്തേക്ക് അടുക്കുന്ന സമയത്ത് നമുക്ക് പല രീതിയിലുള്ള മുടക്കങ്ങൾ വരാൻ സാധ്യതയുണ്ട്. പല രീതിയിലുള്ള നെഗറ്റീവ് എനർജികൾ നമ്മളെ ബാധിക്കാനിടയുണ്ട്. ഈ നെഗറ്റീവ് എനർജിക്കും പ്രാർത്ഥിക്കുന്ന സമയത്ത് വരുന്ന മുടക്കങ്ങൾ കൊണ്ടുവരുന്ന ആ ഒരു ആളുകളെയും നമ്മൾ അകറ്റി നിർത്തുക തന്നെ വേണം. ഇപ്പോൾ സന്ധ്യയ്ക്ക് നമ്മൾ പ്രാർത്ഥിക്കുവാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്.
വിളക്ക് തുടയ്ക്കുന്നു, കുളിക്കാൻ നോക്കുന്നു, നമ്മുടെ വീടും പരിസരവും വൃത്തിയാക്കുന്നു. ഈ ഒരു സമയത്തായിരിക്കും ഒരു ഫോൺ കോൾ വരുന്നത്. നിർത്താതെ സംസാരമായിരിക്കും. ആ സമയത്ത് ഫോൺ കോൾ അറ്റൻഡ് ചെയ്യാതിരിക്കുക. അതുപോലെ തൊട്ടടുത്തുള്ള ആള് അപ്പോഴായിരിക്കും ഓടി വന്നിട്ട് ഒരു കാര്യം പറയാനുണ്ട് ചേച്ചി, അല്ലെങ്കിൽ ഇങ്ങനെയാണ് ചേച്ചി, നമുക്ക് എന്തെങ്കിലും പറഞ്ഞ് ഒഴിവാക്കാം. ഒരു കാരണവശാലും നിലവിളക്ക് കൊളുത്തുന്ന സമയത്ത് ഇങ്ങനെ വരുന്ന ആളുകളെ എന്റർടൈൻ ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ പിടിച്ചു നിർത്താതിരിക്കുക. നമുക്ക് ആ ഒരു നിലവിളക്ക് തെളിയിക്കുന്നതിനൊരു സമയമുണ്ട്. ആ ഒരു സമയത്ത് ആരാണോ തടസ്സവുമായിട്ട് വരുന്നത് ആ തടസ്സം നമ്മൾ ഒഴിവാക്കിയിരിക്കണം. അല്ലെങ്കിൽ ആ ഒരു തടസ്സത്തെ മറികടന്നുകൊണ്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ച ആ കാര്യം നമ്മൾ ചെയ്തിരിക്കണം. നമ്മൾ അത്ര കണ്ട് സീരിയസ് ആക്കി എടുക്കാത്ത കാര്യങ്ങളാണ് ഇതൊക്കെയും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഭംഗം വരുന്ന രീതിയിൽ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ആ ഒരു ഈശ്വര ചൈതന്യത്തെ തകർക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ, ഇങ്ങനെയുള്ള തടസ്സങ്ങൾ വരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ആ ഒരു കർമ്മം പൂർത്തീകരിക്കാനായിട്ട്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമുക്ക് കോട്ടുവായ വരുന്നുണ്ടെങ്കിൽ അതൊരു നെഗറ്റീവ് ഊർജത്തെയാണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ അത് നമ്മളുടെ ആഗ്രഹത്തിന്മേലുള്ള ഒരു തടസ്സത്തെയാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനെ അതിജീവിക്കാനായിട്ട്, അതിനെ മറികടക്കാനായിട്ട് ഭഗവാനെ വീണ്ടും പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ ഭഗവാനെ വീണ്ടും വിളിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇനി അതുപോലെ തന്നെ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണിൽ നിന്ന് നമ്മൾ അറിയാതെ കണ്ണുനീര് വരുന്നുണ്ടെങ്കിൽ ഭഗവാന്റെ ഒരു അനുഗ്രഹം നമ്മുടെ മേൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഭഗവാന്റെ ആ ഒരു സ്പർശം നമ്മുടെ മേല് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളില് ഭഗവാന്റെ ആ ഒരു എനർജി അത് നമുക്ക് ഫീല് ചെയ്യുന്ന സമയത്താണ് നമ്മൾ പോലും അറിയാതെ നമ്മുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് വരുന്നത്. ഇത് ഏറ്റവും നല്ല സൂചനയായിട്ടാണ് കണക്കാക്കുന്നത്. പലരും പറയാറുണ്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് കണ്ണിൽ നിന്നും കണ്ണുനീര് വരുന്നത് ദുസൂചനയാണ്, അല്ലെങ്കിൽ അശുഭലക്ഷണമാണ് എന്നുള്ളത്. എന്നാൽ ഒരിക്കലുമല്ല, അതൊരു ശുഭലക്ഷണം തന്നെയാണ്. നിങ്ങളിലേക്ക് ഭഗവാന്റെ അനുഗ്രഹം വന്നു കഴിഞ്ഞു എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കി വെക്കുക. കാരണം ഒരുപാട് ആള് ചോദിച്ച കാര്യമാണ്, പ്രാർത്ഥിക്കാനിരിക്കുന്ന സമയത്ത് കോട്ടുവായ വരുന്നു, അല്ലെങ്കിൽ കണ്ണിൽ നിന്നും കണ്ണുനീര് വരുന്നു, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, എന്താണ് ഇതിനുള്ള പരിഹാരം? അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്. നന്ദി.